അഭിവന്യരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, മലങ്കര സഭയുടെ ചരിത്രത്തിൽ നക്ഷത്ര ശോഭയാൽ ശോഭ പോലെ തിളങ്ങി ശോഭിച്ച മഹാപരിശുദ്ധനായ ഒരു പിതാവിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. പരിശുദ്ധ വലിയ ബാവ എന്ന പേരിൽ അറിയപ്പെടുകയും സകലമാന മനുഷ്യരെയും സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും വിവേകം കൊണ്ടും കീഴ്പ്പെടുത്തുകയും പരിശുദ്ധ സഭയുടെ ഉയർച്ചയിലും താഴ്ചയിലും സമചിത്തത പാലിക്കുകയും പാതാളം വരെ താണുപോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതിരിക്കുകയും ആകാശത്തോളം മാനം മുട്ടെ സന്തോഷിക്കുവാൻ ഇട നൽകുന്ന സന്ദർഭങ്ങളിലെ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരുപോലെ ഇടപെടുവാനും സംസാരിക്കുവാനും ഉള്ള വിശാല ഹൃദയത്തിൻ്റെ ഉടമയും സാക്ഷാൽ ഇടയൻ എന്ന പേര് അന്വർത്ഥമാക്കപ്പെടുന്ന ജീവിതശൈലിയും ദൈവിക സംസർഗവും എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു മഹാപരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഇന്ന് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ പലപ്പോഴും വാങ്ങിപ്പോയ പിതാക്കന്മാരുടെ വ്യക്തിത്വഭാവത്തെക്കുറിച്ചോ അവരുടെ ജീവിതശൈലിയെക്കുറിച്ചോ ഒരുപക്ഷെ നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ദിവസവും കൂടിയാണ് ഇതെന്ന് ഞാൻ വെറുതെ ഓർത്തു പോകുകയാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മറ്റൊന്നുമല്ല, മലങ്കര സഭ വിദേശ മേധാവിത്വത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന പ്രതിജ്ഞ ചെയ്ത കൂനംകുരിശ് സത്യത്തിൻ്റെ ദിവസം, തീയതി ഇന്ന് തന്നെയാണ്. അതത്ര ചെറിയ കാര്യമല്ല. 15-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോളം ആദ്യ ഭാഗം വരെ ഭാരതത്തിലെ ക്രൈസ്തവ സഭ സമാധാനം ആസ്വദിച്ച് കഴിഞ്ഞിരുന്നവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ രാജാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒരമ്മയുടെ മക്കൾ പോലെ ജീവിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അപ് ടു ദ 16th century. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ മൺമറഞ്ഞുപോയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടു. അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ദേവസ്ഥാനം എന്ന നിലയിൽ കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ഇവിടെ ദാസൻ എന്ന് വിളിച്ചു പറയുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് ആ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വത്തിൻ്റെ മൂല്യം ഇന്നത്തെ തലമുറയ്ക്ക് തൂക്കി നോക്കാനോ അളക്കാനോ വയ്യാത്തത്ര, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും തുല്യമായ തുക അവിടെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത് വെളിപ്പെട്ട് അളന്നു നോക്കാനും തൂക്കി നോക്കുവാനും ഗവൺമെൻറ് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് ശ്രീ പത്മനാഭസ്വാമിയുടെ സമ്പത്താണ്, ഞാൻ അതിൻ്റെ ദാസനാണ്. ക്രിസ്ത്യാനികളിൽ ആരെങ്കിലും ആണോ അത്ര ഒരു സമ്പത്ത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവിടെ തരിശു ഭൂമിയായി ഒരു ചില്ലിക്കാശ് പോലും അവിടെ കാണുകയില്ല. അതെല്ലാം നമ്മൾ എടുത്ത്
നമ്മുടെ ആഘോഷത്തിനും ധൂർത്തിനും ഉപയോഗിച്ചേനെ. ഒരു ഹൈന്ദവ രാജാവ് പറയുന്നു, ഞാൻ ഓരോ ദിവസവും ആ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ഓരോ കോയിൻ, സ്വർണ്ണ നാണയം ഞാൻ അവിടെ നേർച്ചയിടുമായിരുന്നുവെന്ന്. അതൊന്നും എടുത്ത് ചെലവാക്കാനല്ല, അതല്ല ഈശ്വരൻ്റേതാണ്. അപ്പോൾ കോടാനുകോടി സ്വത്തുള്ള ഒരു മഹാരാജാവ് ആ സ്വത്തെല്ലാം ഈശ്വരൻ്റേതാണ് എന്ന് വിശ്വസിക്കുകയും 21-ാം നൂറ്റാണ്ട് വരെ അത് ആരും കവർച്ച ചെയ്യാത്ത വിധത്തിൽ അത് സൂക്ഷിക്കുകയും ചെയ്യാനുള്ള ആർജവമുണ്ടായിരുന്ന മഹാരാജാക്കന്മാരാണ് വിദേശികൾ ഈ രാജ്യത്തേക്ക് വരുന്നതിന് മുൻപ് വരെ ഭാരതത്തെ ഭരിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് അവരുടെ സാത്വിക ഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വോട്ട് അന്വേഷിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അധികാരം കൈക്കലാക്കാനുള്ള ആർത്തിയോടെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് രാജ്യത്തെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്ന് ഭാരതത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ മുസ്ലിം സഹോദരനെന്നോ ഒന്നും യാതൊരു വ്യത്യാസവുമില്ല. രാജ്യത്തെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ആരും മെച്ചമുള്ളവരല്ല. മെച്ചമുള്ളവരാണെന്ന് നമ്മൾ ചില പരിവേഷങ്ങളൊക്കെ ആരെയും കുറിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാപഢ്യത്തിൻ്റെ മുഖമാണ്. അതുകൊണ്ടാണ് മാർത്താണ്ഡ മഹാരാജാവ് പറഞ്ഞത്, അദ്ദേഹം ഇത്രയും കാലം അത് കട്ടെടുക്കാതെ സൂക്ഷിച്ചു എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയും ഉണക്കമീൻ പൂച്ചയുടെ മുമ്പിൽ സൂക്ഷിക്കാനിരുന്നത് പോലെ. കാരണം പൂച്ചയ്ക്ക് എപ്പോഴും ആ ഉണക്കമീൻ കാണുമ്പോൾ ചാടിക്കടിച്ച് അതിനെ കഴിക്കണമെന്ന് തോന്നും. പക്ഷേ ആ പൂച്ചയാണ് അതിനെ സൂക്ഷിക്കുന്നത് എന്ന് വരുമ്പോഴാണ് പൂച്ചയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ക്രൈസ്തവ മൂല്യം? എന്താണ് ജീവിത നൈർമല്യം? എന്താണ് കാപഢ്യമില്ലാത്ത മുഖത്തിൻ്റെ ലക്ഷണം? ആ കാലഘട്ടത്തിൻ്റെ പിൻതലമുറക്കാരനായി ജീവിച്ചിരുന്ന ഒരു ഇടയ ശ്രേഷ്ഠനും പരിശുദ്ധനുമായിരുന്നു പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനി. അദ്ദേഹം ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് പേഴ്സണാലിറ്റി ഒന്നും ആയിരുന്നില്ല. വിവേകമുണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു, ദൈവജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ മുൻപിലും സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മുൻപിലും പാവപ്പെട്ടവൻ്റെ മുൻപിലും ഒക്കെ അദ്ദേഹം നക്ഷത്രത്തെക്കാൾ ഉജ്ജ്വലമായി ശോഭിച്ചു. എന്ത് സ്വഭാവ വൈശിഷ്ട്യമാണ് ആ പിതാവിൽ നിന്ന് നിങ്ങൾക്കും എനിക്കും പകർത്താനാകുന്നത് എന്ന് മാത്രമേ ഇവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ മൺമറഞ്ഞു പോയ പിതാക്കന്മാരെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കും. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. നമ്മൾ ആ പിതാക്കന്മാരെയൊക്കെ വാഴ്ത്തുമ്പോഴും പുകഴ്ത്തുമ്പോഴും ഒരു ഭാഗം വിട്ടുപോകുന്നുണ്ട്. അതെന്തോന്നാണ്? ആ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു നോക്കും. അത് വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ടോർച്ച് അടിച്ചു നോക്കാൻ നമുക്കാർക്കും താല്പര്യമുണ്ടാകുകയില്ല. ടോർച്ച് അടിച്ചാൽ അവിടെ ഒന്നും കാണുകയില്ല. അവിടെ എല്ലാം പണ്ടാരണ്ട് പറഞ്ഞതൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് കൂനൻകുരിശ് സത്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 1653 നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ സന്തതികളും ഉള്ളയിടത്തോളം കാലം വിദേശ മേൽക്കോയ്മ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. അതുവരെ അവരെ ഭരിച്ചിരുന്നത് ധർമ്മരാജാക്കന്മാരായിരുന്നു. അവരെ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരല്ലായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമ്പത്ത് സൂക്ഷിക്കുവാൻ ഒരു മഹാരാജാവിനെ തലമുറകളോളം ഇടയാകുന്നത്. അദ്ദേഹത്തിൻ്റെ രാജപദവി എടുത്തു കളഞ്ഞു. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഞാൻ ഇന്ന സ്വാമിയുടെ ദാസനാണ്, ആ സ്വത്തൊക്കെ എൻ്റെ അല്ല, അതെല്ലാം ഈശ്വരൻ്റേതാണെന്ന്. എത്ര വലിയ സാത്വിക ഭാവമാണ് അവിടെ ഉള്ളത്. ഒരു ക്രിസ്ത്യാനിയെ അത്രയും സമ്പത്ത് സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ഒരു സഹോദരനെ ഇതുപോലെ സമ്പത്ത് സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കാൻ സാധിക്കുമോ?
നെവർ നെവർ നെവർ. ഞാൻ പറഞ്ഞത്, വിദേശങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് വേണ്ടി വന്നവരെ രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കുക മാത്രമല്ല ചെയ്തത്, ഈ രാജ്യത്തെ കൊള്ളയടിച്ചു. പോരാ, ഈ രാജ്യത്തുണ്ടായിരുന്ന മതങ്ങളെ തമ്മിൽ തല്ലിച്ചു. മതങ്ങളുടെ മേധാവിത്വവും അവരെ കൈക്കലാക്കി. അപ്പോൾ 1653 നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, ഈ വിദേശികളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരരുത്. ഈ വിദേശികൾ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല കൊള്ളയടിക്കുന്നത്, നമ്മുടെ പൂർവികന്മാരുടെ വിശ്വാസത്തെ അട്ടിമറിച്ച് ആ വിശ്വാസത്തിനെ മായം ചേർത്ത് വെള്ളം ചേർത്ത് നിശേഷം ഇല്ലാതാക്കുകയാണ്. എന്തിനു വേണ്ടി? ഇവിടെ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ കാരണവന്മാരും പരിശുദ്ധന്മാരെ ദൈവത്തെ പോലെ കരുതിയിരുന്നു. മരിച്ചുപോയവരെ എന്നും നമ്മുടെ ബന്ധുക്കളെ പോലെ നമ്മൾ കരുതിയിരുന്നു. നമ്മൾ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടിരുന്നു. നമ്മൾ ആരാധനാ സമൂഹമായിരുന്നു, ആരാധിക്കുമായിരുന്നു. ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് അവർക്ക് എന്ത് പുണ്യമായിരുന്നു? ഈ പാവം ജനങ്ങൾ ഇവിടെ അവരാചരിച്ച ദൈവത്തെ ആചരിച്ചോട്ടെ എന്ന് വിചാരിക്കാനുള്ള മനസ്സവർക്കുണ്ടായോ? ഇവിടെ വന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരവും മതപരമായ അധികാരവും മതവിശ്വാസത്തെ ചുട്ടരിക്കുന്ന മാർഗങ്ങളല്ലേ അവർ സ്വീകരിച്ചത്? എന്ത് പുണ്യമാണ് അവരാ അർത്ഥത്തിൽ ചെയ്തത്? അവരൊരു പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, നല്ലതാണ്. അതെന്തിനാണ്? അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ക്ലർക്കുമാരെയും ശുപാരിമാരെയും ആവശ്യമുണ്ട്. അവരുടെ ഓഫീസിൽ ചായ മേടിച്ചു കൊണ്ടുവരാനായിട്ട് ആരുണ്ട്? ചായ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇവിടെ ടീ എന്ന് പറഞ്ഞാൽ ചിലപ്പം ടാന്നായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അവർ സൺഡേ സ്കൂൾ സ്ഥാപിച്ചത് നമ്മളെ നന്നാക്കാനൊന്നും ആയിരുന്നില്ല. അവരുടെ ഓഫീസിലെ മീനിയൽ ജോബ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ചില പള്ളിക്കൂടങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അതിന് ചില നന്മയുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. അവരെ ഇവിടെ രാജ്യം ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ചീത്ത സ്വഭാവങ്ങൾ നമ്മൾ അനുകരിച്ചു, അവരുടെ നല്ല സ്വഭാവങ്ങൾ നമ്മൾ അവഗണിച്ചു. രാജ്യത്തെ അവർ കൊള്ളയടിച്ചു, മതത്തെ കൊള്ളയടിച്ചു. മതത്തിൻ്റെ വിശ്വാസത്തെ പാടെ ചുട്ട് ഭസ്മമാക്കി. കൂനൻകുരി സത്യത്തിന് മുമ്പുണ്ടായത് എന്തോന്നാണ്? ഉദയം പേര് സുന്നതദോസ് കൂടി ഇവിടെ ഉണ്ടായിരുന്ന പഴയ സെമിനാരിലൊക്കെ ഉണ്ടായിരുന്ന നല്ല നല്ല രേഖകൾ മുഴുവനും അവരെ ചുട്ടരിച്ചു. ഒരു സംസ്കാരത്തെ ശവമടക്കുകയായിരുന്നു അവർ ചെയ്തത്. എന്ത് ദോഷമാണ് ഹൈന്ദവ രാജാക്കന്മാർ നമുക്ക് ചെയ്തത്? 4 ചെപ്പേടുകൾ 3 ചെപ്പേടുകൾ നമ്മുടെ അരമനയിൽ ഇവിടെ ഇരിപ്പുണ്ട്. 2 ചെപ്പേടുകൾ മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി തിരുവല്ല അരമനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ 4 ചെപ്പേടുകളെയും കുറിച്ച് ഡോക്ടർ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മഹാസംസ്കൃത പണ്ഡിതൻ അത് റിസർച്ച് ചെയ്ത് ഇത് ഒന്നിൻ്റെ കോംപ്ലിമെൻ്റാണ്, പൂരകമാണ് എന്ന് ഈയിടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ രാജാക്കന്മാർ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് പദവി കൊടുത്തത്? ക്രിസ്ത്യാനികൾ വിശ്വസ്തരാണ്, അവർ നല്ലവരാണ്, അവരെ എൻ്റെ രാജ്യത്ത് താമസിക്കട്ടെ, അവർക്ക് ചില പദവികൾ അവകാശങ്ങൾ കൊടുക്കുന്നു. 72 പദവികൾ കൊടുത്തില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, വിദേശ മേൽക്കോയ്മ കൊണ്ടിവിടെ ഉണ്ടായത് രാജ്യത്തിൻ്റെ ഭരണം പോയി, സഭയുടെ അന്തസത്ത നഷ്ടപ്പെട്ടു, എല്ലാം പോവുകയാണ്. ഇവിടെയുള്ള ധനം അവരെ കൊള്ളയടിച്ച് കപ്പലിൽ കയറ്റി കൊണ്ടുപോയി. മഹാരാജാക്കന്മാരുടെ അരമനകളിലുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും പരമാവധി കടത്തിക്കൊണ്ടുപോയി. ഇതൊക്കെയാണ് അവർ വന്നിട്ടുള്ള പുണ്യം. 2 പള്ളിക്കൂടം സ്ഥാപിച്ചു എന്നുള്ളത് ശരിയാ, പെൺകുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, അത് ശരിയാ. അത് നമ്മളെ നന്നാക്കാനൊന്നും ആയിരുന്നില്ല. അവരുടെ ആഫീസ് ജോലി ചെയ്യാനും, അവരുടെ ക്ലർക്ക് പണി, ശിപായി പണി, അവരുടെ ആഫീസിലെ ചായ മേടിച്ചുകൊണ്ട് വരുന്ന പണി, അവരുടെ കന്നുകാലികളെ പോറ്റുന്ന പണി, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് കൂനൻകുരി സത്യത്തിൻ്റെ ഓർമ്മയാണെന്ന് അതും നമ്മൾ ഓർക്കണം. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയെ കുറിച്ച് എത്ര പറഞ്ഞാലും ഒന്നും ആർക്കും മതിയാവില്ല. ആ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക്
വിശുദ്ധ കുർബാനയ്ക്ക് ധൂപം വീശാനായിട്ട് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇന്നൊരു വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. കാരണം പഴഞ്ഞി പള്ളിയിൽ 1958 ശേഷം അവിടെ വന്ന് ഒരു സ്വീകരണം കൊടുത്തു. അപ്പം ഞങ്ങളുടെ ആളുകൾ ആവേശം കൊണ്ട് തിരുമേനിയുടെ അന്നും ഈ രഥത്തിൽ കയറ്റിയിട്ട് മനുഷ്യനെ ഉണക്കുന്ന പരിപാടി ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ഈ രഥത്തിൽ കയറ്റി ഞങ്ങളെ ഒന്ന് ചുട്ട വെയിലത്തിട്ട് ഉണക്കിയാൽ ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ്. അതിപ്പോഴും ഉണ്ട്, ഒട്ടും മോശമൊന്നുമില്ല, ഞങ്ങളൊക്കെ അങ്ങ് സഹിച്ചിരിക്കുക. മാത്രമല്ല ഒരു വല്ലാത്ത ലോറിയിലായിരിക്കും വലിച്ചു പറിച്ച് കയറ്റുന്നത്. ആ ലോറിയുടെ പിന്നിലുള്ള കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും കൂടെ ഈ 3 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും അതെല്ലാം ഞങ്ങളുടെ വായിലും ആമാശയത്തിലും എല്ലാം ആയി. പിന്നെ 3 ദിവസത്തേക്ക് ശബ്ദവുമില്ല, ഒന്നുമില്ല. അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ അത് കയറിയില്ലെങ്കിൽ അവരെ കാതോലിക്കാതിനും തരില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങളിങ്ങനെ ചെയ്യില്ല, ഞങ്ങളിപ്പോൾ വെട്ടാൻ നിൽക്കും, കുത്താൻ നിൽക്കും എന്നൊക്കെ പറയും. അപ്പം അത് പേടിച്ച് ഞങ്ങളതിൽ കയറി ഇരുന്ന് ഉണങ്ങും. ഒരു നിവൃത്തിയില്ല. അത് അതിനൊന്ന് മറിച്ച് പറഞ്ഞാൽ തല്ല് കൊള്ളില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടാവും. കാരണം അത്ര ആവേശ ആൾക്കാർക്ക്. അപ്പം ഞാൻ പറഞ്ഞത്, പരിശുദ്ധ പിതാക്കന്മാരെ ഈ സഭയെ അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചവരാണ്. സഭയാണ് അവരുടെ വലുത്. അവർ ഇടയന്മാരായിരുന്നു, അവരെ മനുഷ്യ സ്നേഹികളായിരുന്നു. അത് ജാതി മതമൊന്നും അവർക്ക് വിഷയമല്ല. ആ വിധത്തിലുള്ള ഒരു നല്ല സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അതിലെയൊക്കെ ഉള്ള അവസാനത്തെ കണ്ണി പോലെയാണ് പരിശുദ്ധ ഗീവർഗീസ് ദിയം ബാവ തിരുമേനി നമ്മൾ കാണുന്നത്. ഇപ്പോഴ് മതത്തിന് മതത്തെ കണ്ടുകൂടാ, ഒരു സഭയ്ക്ക് വേറെ സഭയെ കണ്ടുകൂടാ, എല്ലാവരും ഇങ്ങനെ ഓരോ തരം തർക്കവും അതും ഇതുമായിട്ട് ഇരിക്കുക. ഈ രാഷ്ട്രീയവും വന്നു, അതുപോലെ തന്നെ ജനാധിപത്യവും വന്നു. ഇതുപോലെ അഴിമതി എന്ന് മാത്രം കിട്ടിയോ മറ്റത് ഒരു രാജാവേ കക്കു ഉണ്ടായിരുന്നുള്ളൂ. കക്കുവാണെങ്കിൽ നല്ല രാജാക്കന്മാരാരും കക്കുകയല്ല. ഇന്ന് എല്ലാവരും രാജാവായതുകൊണ്ട് എല്ലാവരും കക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവസാനം ഈ ഭൂമിയുടെ മണ്ണ് മാത്രമേ കാണുള്ളൂ. ഇനി മണ്ണും ഒന്നിനും കൊള്ളൂല. കാരണം മണ്ണിലും ഇവരെ പെസ്റ്റിസൈഡ്സും വേണ്ടാതീനൊക്കെ ഉപയോഗിച്ച് അതിൽ ഒരു സാധനം പിന്നെ ഒരു വിത്ത് പോലും കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്ത മണ്ണാക്കി തീർത്തു. അതുപോലെ തന്നെ ഈ വായു ശ്വസിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്ന രീതിയാക്കി തീർത്തു. അതുപോലെ തമ്മി തല്ലി തല കീറി ഓരോ രാഷ്ട്രീയ പാർട്ടിയും വളർച്ച എത്ര പേരെ എതിർ പാർട്ടിയിൽ കൊന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണെന്നാണ് ഒരു രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞത്. ഞാനിങ്ങനെ ഈ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ മാർട്ടിയേഴ്സ് തിരുമേനി, ഞങ്ങളുടെ മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ കിട്ടിയാൽ അത് ഞങ്ങളുടെ പാർട്ടിക്ക് വളർച്ചയാണെന്ന് അവർ പറഞ്ഞു. ഓർത്തു നോക്കി, ഒരാളെ കൊല്ലാൻ ഒത്താൽ അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വളരുമെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഓരോ അടിസ്ഥാനപരമായ മോട്ടോ. പിന്നെ ഒരു പോരായ്മയുണ്ട്, നമുക്കത് പറയാതിരുന്നുകൂടാ. ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് പേഴ്സിക്യൂഷൻ ഉണ്ടാകാത്ത ഏക സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. അത് നിങ്ങളൊരു അനുഗ്രഹമായിട്ട് വിചാരിക്കുകയൊന്നും വേണ്ട, അതൊരു ശാപമാണ്. കാരണം ഞാൻ ഈയിടെ കെയ്റോയിൽ പോയി അവിടുത്തെ യുവാക്കന്മാരുടെ ഒരു സ്പിരിച്വൽ വൈബ്രൻ്റ് ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ തല കുനിക്കേണ്ടി വന്നു. അവർ പറയുന്നത് ഞങ്ങൾ മാർട്ടിയറാകാൻ ദാഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങനൊരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ? ചെയ്യൊന്നും വേണ്ട. വി വാണ്ട് ടു ബിക്കം എ മാർട്ടിയർ. കഴിഞ്ഞ ദിവസം 17 പേരെ പള്ളിയിൽ വെച്ച് അവിടുത്തെ തീവ്രവാദികൾ സിറിയയിൽ വെടിവെച്ച് കൊന്നു. സിറിയയിലല്ല, ഇവിടെ ഈജിപ്തില് കെയ്റോയിൽ. ആ 17 പേരെ വെടിവെച്ച് കൊന്നു. അവരെയൊക്കെ അവിടെ മൂടിയിട്ടേ ഉള്ളൂ. ഈ യുവാക്കളും നമ്മുടെ ആളുകളും പോയി കുറേ ദിവസം കഴിഞ്ഞ് അവരുടെ അസ്ഥികളൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് 17 ടൂമ്പ് അവരെ അടക്കി. എന്നിട്ട് ആ 17 ടൂമ്പിൻ്റെ മുകളിൽ അവരിപ്പോഴ് 17 കോടി രൂപ വിലയുള്ള ഒരു വലിയ ദേവാലയം പണിയാണ്.
അങ്ങനെ മരിക്കുന്നതിലൊന്നും അവർക്ക് യാതൊരു ഭയവുമില്ല. ബിക്കോസ് ദേ നോ ഹൂ ഈസ് ജീസസ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ അപ്പോസ്തലന്മാർക്ക് മാത്രമല്ലേ യോഗം കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്കും യോഗം കിട്ടുവാണെങ്കിൽ അത് വലിയ ഒരു പദവിയായിട്ട് കാണുവാണ്, അല്ലാണ്ട് അവരാരും പേടിച്ച് ഓടുകയല്ല. നമുക്ക് വല്ലാതെ കൊണ്ട് പിന്നെ മലപ്പുറത്ത് ഒരു ചെറിയ വഴക്കുണ്ടെന്ന് കേട്ടാൽ നമ്മൾ ആരുമായി കൂടെ പോവില്ല. പണ്ടെങ്ങാണ്ട് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് പോയി പോലീസ് ഇതിലൊന്നും ലാത്തി വീശെന്ന് പറഞ്ഞ് ഇന്നും ചില പള്ളികൾക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ ചുറ്റും വളയാ. ഞങ്ങളതിനെ കേസിൽ പിടിപ്പിച്ചു. എന്ത് പിടിച്ചു എന്നാ? തല്ലൊന്നും ആർക്കും കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. പിന്നെ ചില കുഞ്ഞു കുഞ്ഞു അടിയൊക്കെ കിട്ടിക്കാണും. ഒരു പേഴ്സിക്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലോകത്തിൽ ഉണ്ടാകാത്ത ഏക സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണെന്നാണ് ഇതേവരെ എൻ്റെ അറിവ്. അതിൻ്റേതായ എല്ലാ ജീർണതയും ഇതിൻ്റെ അകത്ത് ഉണ്ട് താനും. ഒരു പേഴ്സിക്യൂഷൻ ഉണ്ടായാൽ നിങ്ങളും ഞാനും ഒക്കെ അതിൽ രക്ഷപ്പെടുകയൊന്നുമില്ല. അതായത് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് രക്ഷപ്പെടും. കാരണം ജീവിക്കാനാണ് നമുക്കിഷ്ടം, അല്ലാണ്ട് ക്രിസ്തുവിന് വേണ്ടി ചാകാനൊന്നുമല്ല. അതൊക്കെ ഭ്രാന്തന്മാരുടെ പരിപാടിയെന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു പേഴ്സിക്യൂഷൻ ഉണ്ടായാൽ ഇപ്പോൾ ഉള്ള 20 ലക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ 200 പേരായിട്ട് ശേഷിക്കും ഈ സഭ. പക്ഷേ 200 പേര് ഉണ്ടെങ്കിൽ ആ 200 പേര് മതി. ആ 200 പേരിൽ നിന്ന് തന്നെ ഈ സഭ ശക്തമായി തഴച്ചു വളരുമെന്നാണ് എൻ്റെ വിചാരം. എനിക്കൊന്നും ഒരു പക്ഷേ ആ പേഴ്സിക്യൂഷൻ പിന്നെ ഫേസ് ചെയ്യാനുള്ള കരുത്തോ ധാർമ്മിക ശക്തിയോ ഒന്നും കാണണമെന്നില്ല. കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാണാതിരിക്കാം. നമ്മളൊന്നും ഒരു പക്ഷേ കാണുകയില്ല. എന്നാലും എൻ്റെ വിചാരം ഒരു 10,000 പേരെങ്കിലും ഇവിടെ ശേഷിക്കും. അതുകൊണ്ട് പേഴ്സിക്യൂഷൻ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ ആരും ഒന്നും അതേക്കുറിച്ച് അങ്ങനെ ഭയപ്പെടുകയൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ദിവസം ചാകും, അത് ശരിയാ. അത് ഒരു തമ്പുരാന് വേണ്ടി ചാകാൻ പറ്റിയ അത്രയ്ക്ക് ലാഭമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പലതും പറയാൻ തോന്നും. ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ഒരു അന്തരീക്ഷവും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ജീവിതം തമ്മിൽ ഒരു പൊരുത്തവും ഞാൻ കാണുന്നില്ല. നമ്മളിങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പടക്കവും പെരുന്നാളും പിന്നെന്താ നല്ല ക്രിസ്മസിൻ്റെ മധ്യ സേവയും എല്ലാ സേവയും നമുക്കുണ്ട്. മദ്യസേവയുണ്ട്, കർത്തൃസേവയുണ്ട്, പിശാചി സേവയുണ്ട്, എല്ലാ തരം സേവയും നമുക്കുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ക്രിസ്ത്യാനിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലം പ്രയോഗിച്ചങ്ങ് നിൽക്കുക. നല്ലത് വർത്തമാന കാലഘട്ടത്തിലെ ജീവിതാന്തരീക്ഷവും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ ജീവിതം തമ്മിൽ ഒരു പൊരുത്തവും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ പിച്ചും പേയും വിളിച്ചു പറയുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രചോദനം നമുക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നഷ്ടങ്ങൾ വരട്ടെ, അപമാനം മേൽക്കട്ടെ, വറിയിടാവേണ്ട കാര്യമില്ല. ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ക്രിസ്തുവിന് വേണ്ടി മരിക്കണമെങ്കിൽ മരിക്കാം എന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സ്പിരിച്വൽ വൈബ്രൻറ്റ് ചർച്ച് എന്നുള്ള ഒരു നിലയിലേക്ക് എത്താൻ ഒക്കുകയുള്ളൂ. അതിപ്പം എങ്ങനെ ഒക്കുമെന്ന് അറിയാൻ മേല. ഏലിയാവ് പറഞ്ഞതുപോലെ ഞാൻ മാത്രമേ ക്ഷേടിച്ചിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ തന്നെ പാടുവോ? 7000 പേര് എനിക്ക് വേറെ ഉണ്ടെന്ന് ഒരിടത്ത് യഹോവ വിളിച്ചു പറയുന്നുണ്ട്. നല്ലവരൊക്കെ ധാരാളം ഉണ്ട്, നമ്മളവരെ കണ്ടുമുട്ടുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ആ ക്രിസ്തുവിനെ ഈ സഭയൊന്നും നശിപ്പിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നല്ലവരുണ്ട്. അത് നിങ്ങളും ഞാനും അച്ഛനും തിരുമേനിയും ഒന്നും ആയിരിക്കില്ല എന്നേ ഉള്ളൂ. അതുമല്ല പാവപ്പെട്ടവനോ ദാരിദ്ര്യം പിടിച്ച വല്ല ആരെങ്കിലുമൊക്കെ കുടിലും അവിടെ ഇവിടെയും മീൻ പിടിച്ചൊക്കെ ജീവിക്കുന്നുണ്ടാവും. അവരൊക്കെ നല്ലവരുമായിരിക്കും, പരിശുദ്ധന്മാരുമായിരിക്കും. അവരുടെ ഒരു ബലം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ, ഔഗൻ ബാവ തിരുമേനിയുടെ, അതുപോലെ തന്നെ മാത്യൂസ് ദിദിയൻ ബാവ തിരുമേനിയുടെ, വട്ടക്കുന്നേ ബാവ തിരുമേനിയുടെ ഒക്കെ പ്രാർത്ഥന നമുക്കൊരു ബലം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംഹരിക്കും.